എല്ലാവർക്കും ഷെജിലാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ജാർ കേക്കാണ് ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത്. ജാർ കേക്ക് ഏത് ഫ്ലേവറിൽ വേണമെങ്കിലും തയ്യാറാക്കാം. ഞാനിവിടെ തയ്യാറാക്കുന്നത് ചോക്ലേറ്റ് കേക്കും റെഡ് വെൽവെറ്റ് കേക്കുമാണ്. ഈസി ആയിട്ട് തന്നെ ഈ കേക്ക് തയ്യാറാക്കാം. നല്ല ടേസ്റ്റുമാണ് ഈ കേക്ക് കഴിക്കാൻ. നോൺ സ്റ്റിക്ക് പാനിലാണ് ഈ കേക്ക് തയ്യാറാക്കുന്നത്. ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ചോക്ലേറ്റ് കേക്ക് തയ്യാറാക്കാൻ 4 ടേബിൾ സ്പൂൺ മൈദയാണ് എടുത്തിട്ടുള്ളത്. 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, 4 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 കപ്പ് സൺഫ്ലവർ ഓയിൽ, 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ, 1 ടേബിൾ സ്പൂൺ വാനില എസൻസ്, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ഉപ്പ്. കേക്കിൻ്റെ ബാറ്റർ തയ്യാറാക്കിയെടുക്കാൻ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പൊടിക്കാത്ത പഞ്ചസാരയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. പഞ്ചസാരയും ഓയിലും നന്നായിട്ട് മിക്സ് ചെയ്യാം. പഞ്ചസാരയും ഓയിലും നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ പഞ്ചസാര നന്നായി മെൽറ്റ് ആയിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വാനില എസൻസ് ഒഴിച്ച് കൊടുത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഒരു നോൺ സ്റ്റിക്ക് പാനിലാണ് ഞാൻ ഈ കേക്ക് തയ്യാറാക്കുന്നത്. ഈ പാനിലേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. പാനിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈ പാനിലേക്ക് കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ കേക്കിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എയർ ബബിൾസ് ഒക്കെ പോവാൻ ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. റെഡ് വെൽവെറ്റ് കേക്ക് തയ്യാറാക്കാൻ 4 ടേബിൾ സ്പൂൺ മൈദ, 1/2 കപ്പ് പാല്, 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, റെഡ് ഫുഡ് കളറും എടുത്തിട്ടുണ്ട്. ഈ ബൗളിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പൊടിച്ച പഞ്ചസാരയും ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ പഞ്ചസാരയും ഓയിലൊക്കെ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാൽ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് വാനില എസൻസ് ഒഴിച്ച് കൊടുക്കാം. നേരത്തെ അരിച്ചു വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഫുഡ് കളർ ഒഴിച്ച് കൊടുത്ത് മിക്സ് ചെയ്യാം. ചോക്ലേറ്റ് കേക്ക് തയ്യാറാക്കിയ അതേ പാനിലേക്ക് റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കാം. എയർ ബബിൾസ് ഒക്കെ പോയി കിട്ടാൻ ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കാം.
ഇത് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇനി കേക്ക് ബേക്ക് ആയിട്ടുണ്ടോ എന്ന് നോക്കാം. ഇപ്പോൾ കേക്ക് ബേക്ക് ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ 2 കേക്കും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഈ ജാറിലാണ് കേക്ക് ഞാൻ സെറ്റ് ചെയ്യുന്നത്. കേക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനൊരു ഗ്ലാസ് വെച്ചിട്ടാണ് കേക്ക് കട്ട് ചെയ്തെടുക്കുന്നത്. ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി ചോക്ലേറ്റ് കേക്കും ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാ കേക്കും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ജാറിലേക്ക് സെറ്റ് ചെയ്യാം. കേക്ക് വെറ്റ് ചെയ്യുന്നത് ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ടല്ല, പാലും കണ്ടൻസ്ഡ് മിൽക്കും മിക്സ് ചെയ്തിട്ടാണ്. 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഈ പാല് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ പാലും കണ്ടൻസ്ഡ് മിൽക്കും നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. കേക്കിലേക്കുള്ള ക്രീം റെഡിയാക്കി എടുക്കാൻ 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ വിപ്പിംഗ് ക്രീം റെഡി ആയിട്ടുണ്ട്. ഈ ജാറിലേക്ക് കേക്കിൻ്റെ ഒരു പീസ് വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് പാലും കണ്ടൻസ്ഡ് മിൽക്കും മിക്സ് ചെയ്തത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി റെഡ് വെൽവെറ്റ് കേക്ക് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ കണ്ടൻസ്ഡ് മിൽക്കും പാലും മിക്സ് ചെയ്തത് ഒഴിച്ചു കൊടുക്കാം. ഇനി ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ചോക്ലേറ്റ് കേക്ക് വീണ്ടും വെച്ച് കൊടുക്കാം. പാലും കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഒരു ജാർ കേക്ക് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ചെറീസ് വെച്ച് കൊടുക്കാം. പിസ്ത സ്ലൈസ് ചെയ്തതും ഇട്ട് കൊടുക്കാം. ചോക്ലേറ്റിൻ്റെ സ്പ്രിങ്കിൾസ് ഇട്ട് കൊടുക്കാം. ഡെക്കറേഷനൊക്കെ ഓരോരുത്തരും ഇഷ്ടം പോലെ ചെയ്യാം. ഇപ്പോൾ ഒരു ജാർ കേക്ക് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ജാറിലും കൂടി കേക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ 2 ജാറിലും കേക്ക് ഞാൻ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ജാറ് അടപ്പുകൊണ്ട് ഒന്ന് അടച്ചു കൊടുക്കാം. റിബൺ ഒന്ന് കെട്ടിക്കൊടുക്കാം. ഇപ്പോൾ റിബൺ കെട്ടി കൊടുത്തിട്ടുണ്ട്. 2 സ്പൂണും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ജാർ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതിങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കുക.